ചില ബ്യൂട്ടി വ്ളോഗേഴ്സ് അവരുടെ പ്രോഡക്റ്റുകൾ കാണിച്ച് എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ കോലമാണ്. ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിന് മോട്ടിവേഷൻ വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യാറ്. അങ്ങനെയുള്ള വീഡിയോസിൽ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ എന്നെ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു 39 വയസ്സുള്ള വീട്ടമ്മയ്ക്ക് വരാവുന്ന മുഖത്തെ ചുളിവുകളും ചെറിയ ചെറിയ ഈ കണ്ണിൻ്റെ താഴത്തെ സർക്കിൾസും അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഇത് കാണുമ്പോൾ അവരുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും. ഇത് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ട്, കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ട്, ചുളിവുകൾ, ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ, ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഐലൈനർ ഇട്ടിട്ടുണ്ട്, കണ്ണിന്റെ പുറത്ത് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പുരുകം ചെയ്തിട്ടുണ്ട്, പുരുകത്തിന്റെ അടിയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന മാറ്റം കണ്ടോ? ഇത് എൻ്റെ ഫോണിലുള്ള ചെറിയൊരു ഫിൽറ്റർ പോലത്തെ സംഭവമാണ്. അത് ഒത്തിരി കളർ കൊടുക്കുകയില്ല, എന്നാലും നമ്മുടെ മുഖത്തെ പാടുകൾ, ചുളിവുകൾ, ഈ കണ്ണിൻ്റെ ഇടയിലെ കറുപ്പ്, നമ്മളിനിയിപ്പോൾ മേക്കപ്പ് ഇട്ടത് എൻ്റെ മേക്കപ്പ് വളരെ കറക്റ്റായിട്ടൊന്നും അല്ല, പക്ഷേ അതെല്ലാം ഇതിനകത്ത് വരുമ്പം ഓക്കെ ആകും. അപ്പം ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാനും ഫോട്ടോസ് എൻ്റെ മോട്ടിവേഷൻ വീഡിയോസിനൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അടുക്കളയിൽ പണി തീർത്തിട്ട് ഓടി വന്നിട്ട് റെഡി ആവുകയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് ഐലൈനറും ഇട്ട് ഐബ്രോസും എഴുതി കഴിയുമ്പം ഈ ഒരു ഫിൽറ്റർ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഓക്കെയാണ്. എനിക്ക് ഫൗണ്ടേഷനൊക്കെ അത്യാവശ്യം ചൊറിയും പ്രശ്നമുള്ള ആളാണ്, എനിക്ക് അലർജി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നിട്ട് സാധാ പൗഡറും പിന്നെ കുറച്ച് ഇവിടെയും ചുവപ്പിച്ച് എൻ്റെ ചുണ്ടയിൽ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വീഡിയോസ് എടുക്കുന്നത്. നമ്മുടെ മുഖം അവരുടേതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വെറുതെ വിഷമിക്കരുത്. എല്ലാവർക്കും പ്രായത്തിൻ്റേതായ കാലാവസ്ഥയുടേതായ മാറ്റങ്ങളുണ്ട്. അല്ലെ ഫുൾ AC റൂമിൽ ഹെൽത്തി ഫുഡും കഴിച്ചിരിക്കുന്നവർ, അതുപോലെ ഡയറ്റ് പോകുന്ന കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ 2 പ്രസവമൊക്കെ കഴിഞ്ഞ്, എനിക്കാണ് 39 വയസ്സായി. അപ്പോൾ നമുക്കതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ മുഖത്ത് ചുളിവുകളും നമ്മൾ നല്ല ചൂടത്ത് കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെയും പുറത്തൊക്കെ ഇറങ്ങി വെയിൽ കൊള്ളുന്നതിൻ്റെയും ഓരോ സ്കിന്നിനും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ വരും. ഞാൻ എൻ്റെ ചാനലിൽ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മഞ്ഞൾ എങ്ങനെയാണ് തേക്കുന്നത്, ഞാൻ കടലമാവ് ദിവസം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് അത്യാവശ്യം നല്ല റീച്ച് ആകുകയും ചെയ്തിരുന്നു. ഷോർട്ട് വീഡിയോസ് ആയിട്ടോ ചെയ്തത്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് സ്കിന്നിൻ്റെ കളറും ടോണും ഒക്കെ കാണാൻ ഞാൻ അതിൽ ഫിൽറ്റർ യൂസ് ചെയ്യാതെ തന്നെ ഞാൻ എൻ്റെ ഉള്ള സ്കിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. മഞ്ഞളും കടലമാവും ഒലിവ് ഓയിൽ പിന്നെ മുൾട്ടാണി മിട്ടി റോസ് വാട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത്. പക്ഷെ ഇപ്പം നിങ്ങൾ എൻ്റെ സ്കിന്ന് കണ്ടോ, ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെ ജസ്റ്റ് ഒരു പാക്കൊക്കെ ഇട്ടാലായി. ഇപ്പം ഭയങ്കര മടിയാണ് സ്കിൻ കെയർ. രാത്രിയിൽ അത്യാവശ്യം മസാജൊക്കെ കൊടുക്കും, അപ്പോൾ വലിയ ചുളിവൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ വളരെ ഉഴപ്പാണ്. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് സമയത്തേക്ക് നല്ല കോൺഫിഡൻസ് ആയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ബ്യൂട്ടി സംബന്ധമായ വ്ളോഗിൽ കറക്റ്റായിട്ട് ഫിൽറ്ററൊന്നും ഇടാതെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ കെയർ ചെയ്താലൊക്കെ മാറ്റമൊക്കെ വരുത്താൻ പറ്റും. പിന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ആരെങ്കിലുമൊക്കെ പറയുന്നത് അങ്ങ് പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാതെ, ഇപ്പോൾ പലരും ഡോക്ടേഴ്സിൻ്റെ വേഷം ഇട്ടൊക്കെ വന്ന് സംസാരിക്കുന്ന കാണാം. ചില ഇൻസ്റ്റാഗ്രാമിൽ റാൻഡമായിട്ട് വരുന്ന കുറേ ആൾക്കാർ, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഡോക്ടറിൻ്റെ ഡ്രസ്സിൽ ഇരുന്നിട്ട് ചില ക്രീംസൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. അതൊക്കെ വെറുതെ പരീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ജീവിത രീതി, നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞ് അതിന് ആപ്റ്റായിട്ടുള്ള നമ്മുടെ സ്കിൻ ഏത് തരത്തിലുള്ള സ്കിന്നാന്നൊക്കെ ഒന്ന് ഡോക്ടർ പഠിച്ചിട്ട് നല്ല ക്രീമുകൾ നമ്മുടെ ഓരോ സ്കിൻ പ്രോബ്ലംസിനായിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്ളോഗറിനെ നേരിട്ട് കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, നേരിട്ട് കാണാൻ വലിയ രസമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടപ്പോൾ അവരുടെ സ്കിൻ ഈ കാണുന്ന പോലെ അല്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒന്നും അല്ല സത്യം. പ്ലീസ് ആരും ചതിയിൽ പോയി പെടരുത്.